ഹലോ ഗെയ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകുന്നത് വർക്കല ബീച്ചിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വർക്കല പാവനാശം ബീച്ച്. അപ്പം ഞാനും നാത്തൂനും എൻ്റെ മോളും അമ്മായിയും ഞങ്ങൾ 5 പേരും കൂടിയാണിന്ന് പാവനാശം ബീച്ചിലോട്ട് വന്നിട്ടുള്ളത്. ഏകദേശം സന്ധ്യ സമയത്താണ് വന്നത് കേട്ടോ. അപ്പോൾ അതുതന്നെ അത്രയും നല്ല ഭംഗിയായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് ബീച്ചിൽ വരാനായിട്ട് നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പതിവിലും ഭയങ്കരമായ ജനമായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കാണാം, അത്രയ്ക്കും തിരക്കായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് വന്നപ്പോൾ തന്നെ കുതിരയെ കണ്ടു. അപ്പോൾ കുതിര സവാരി ചെയ്യാനായിട്ട് മാളൂട്ടിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഷാഡിയായി, മമ്മി എനിക്ക് കുതിരപ്പുറത്ത് കയറണമെന്നായി. അപ്പോൾ എന്തായാലും ഒന്ന് കയറിക്കോട്ടെ എന്ന് കരുതി കുതിരപ്പുറത്തോട്ട് കയറ്റി. കുതിരപ്പുറത്ത് കയറിയപ്പോൾ അവൾക്ക് നല്ല പേടിയായി. അപ്പോൾ തന്നെ പെട്ടെന്ന് തിരിച്ചിറങ്ങാനുള്ളൊരു വെപ്രാളമായിരുന്നു കേട്ടോ. പിന്നെ അവൾ ധൈര്യം സംഭവിച്ച് അങ്ങനെ ഇരുന്നു. അവൾ കുതിരപ്പുറത്തും ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറിയിട്ടുണ്ട്. ഇതിന് മുമ്പും കുതിരപ്പുറത്തൊക്കെ കയറിയിട്ടുള്ള ആൾ തന്നെ. പക്ഷേ എന്തോ അപ്പോഴും നല്ലൊരു പേടി പോലെ അവൾക്ക് ഫീൽ ചെയ്തു. പിന്നെ അവൾ അങ്ങനെയോ പേടിച്ച് കുറച്ചൊക്കെ ഇരുന്നു. കുറച്ച് ദൂരം അവർ എന്നെ കൊണ്ടുപോയി. ഞങ്ങളത് നോക്കി നിന്നു. അവൾ കുറച്ച് ദൂരം പോയിട്ട് തിരികെ വന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങാനായിട്ട് ധൃതിയായി. ഞാനും ആളോട്ടി നേരെ കടലിലോട്ട് ഇറങ്ങി. വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ചു, നനഞ്ഞു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കടലിൽ ഇറങ്ങുന്നതിന് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും, ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കടലിന് കുറേ അധികം ദൂരം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ആളൂട്ടിയും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. ഡ്രസ്സെല്ലാം ഫുള്ള് നനഞ്ഞു. പിന്നെ അമ്മയും കുറേ നേരം ഇറങ്ങി. നല്ല ത്രിസന്ധ്യ സമയമായതുകൊണ്ട് നല്ല നമ്മുടെ സൂര്യൻ അസ്തമയം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. കുറേ നേരം ഞങ്ങൾ ചിലവഴിച്ചു. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ കടലിൽ തന്നെ ഉണ്ടായിരുന്നു. കുറേ നാളുകളായി ബീച്ചിലൊക്കെ ഒന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട്. എല്ലാ ദിവസവും ജോലി തിരക്ക് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോളൂട്ടിക്ക് സ്കൂൾ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യാം. അവൾ എപ്പോഴും പരാതിയാണ്, എവിടെയും കൊണ്ടുപോകുന്നില്ല. ബീച്ച് എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു വീക്ക്നെസ്സാണ്. പക്ഷേ ഞങ്ങൾ അഡീഷണൽ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവളും എടുത്തിട്ടില്ല. കടലിൽ ഇറങ്ങാൻ പറ്റുമെന്ന് കരുതിയില്ല. എല്ലാ പ്രാവശ്യം വരുമ്പോഴും കടലിൽ ഇറങ്ങാനായിട്ട് ലൈഫ് ഗാർഡ് സമ്മതിക്കാറില്ല. അതുകൊണ്ട് അഡീഷണൽ ഡ്രസ്സൊന്നും കൊണ്ടുവന്നതുമില്ല. പിന്നെ ആ ഉള്ള ഡ്രസ്സിൽ തന്നെ കുറേ അധികം അവൾ നനഞ്ഞു. തിരിച്ചു പിന്നെ കാറിൽ കയറി വരേണ്ടതായതുകൊണ്ട് ഫുള്ള് നനയാൻ നിന്നില്ല, അല്ലെങ്കിൽ ഫുള്ള് അവൾ നനയും. അമ്മയും ഏകദേശം സാരിയൊക്കെ കൊടുത്ത് വന്നിട്ട് അമ്മയും ഏകദേശം കുറേ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഉടുപ്പ് വരെ നനയുന്നൊരവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് നിന്നപ്പോൾ ഡ്രസ്സെല്ലാം ഉണങ്ങി കിട്ടി. എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല, അവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജെറ്റ് ബോട്ടിൻ്റെ റൈഡ്, പിന്നെ പാരാഗ്ലൈഡിങ് പോലെ പാരച്യൂട്ടിലുള്ളൊരു റൈഡ്, പിന്നെ ബോട്ട്, അങ്ങനെ കുറച്ച് റൈഡും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഇങ്ങനെയൊന്നും ഞങ്ങൾ കാണാറില്ല. ഇപ്രാവശ്യം പോയപ്പോഴാണ് ഇതെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ നോക്കി നിന്നു. റൈഡിലൊന്നും ഞങ്ങൾ കയറിയില്ല. എനിക്ക് വളരെ പേടിയാണ് കടലിലൊക്കെ ഉള്ള റൈഡിൽ കയറാനായിട്ട്. മാളൂട്ടി ഞാൻ ഒന്നിനും വിട്ടില്ല. വെള്ളത്തിൽ കളിക്കുക, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഏകദേശം ഒരു 7 മണിയോളമായി ഞങ്ങൾ കടലിൽ നിന്നൊക്കെ ഇറങ്ങി. പുറം കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് വെച്ചു. കാരണം അല്ലെങ്കിൽ ഒരുപാട് ഇരുട്ടിപ്പോയാൽ തിരിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും നല്ല ട്രാഫിക്കിലായിരുന്നു വന്നതും. വണ്ടിയൊക്കെ ഏതൊക്കെയോ ഭാഗത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. അത്രയ്ക്കും തിരക്കായിരുന്നു ബീച്ചിൽ. ഇത് ഒരു കുഞ്ഞു മോനും ഒരു പേടിയില്ലാത്ത കുതിരപ്പുറത്ത് പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. മാളൂട്ടി എത്ര പേടിച്ചാണ് പോയത്. ആ കുഞ്ഞിന് ഒരു പേടിയില്ല. അത് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന് പേടിയില്ലാത്തത്. അപ്പോഴേക്കും മാളൂട്ടി എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് ഈ ഒരു ബബിൾസ് വാങ്ങിച്ചു കൊടുക്കൂന്ന്. പക്ഷേ ഇപ്രാവശ്യം അവൾ ബബിൾ വേണമെന്ന് പറഞ്ഞതേ ഇല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. അവൾ വേറെ കുറേ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവാം ആ ആൺകുട്ടി ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കുട്ടികളെ ആകർഷിക്കാനുള്ള അവരുടെ ടെക്നിക്കാണ്. എന്തായാലും മാളൂട്ടി വാങ്ങിയില്ല, അവൾക്ക് വേണമെന്ന് പറഞ്ഞതേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഐസ്ക്രീം, അത് പിന്നെ മസ്റ്റാണ്. അത് അവിടെ ബീച്ചിൽ വന്നാൽ എന്തായാലും ഐസ്ക്രീം കുടിക്കാതെ പോകുന്ന ഒരു പതിവില്ല. ഞാൻ കുൽഫിയാണ് വാങ്ങിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടേസ്റ്റുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ അതിൽ നിന്ന് അവളും കുറച്ച് എൻ്റെ നിന്ന് കഴിച്ചു. അവൾ വേറൊരു ഐസ്ക്രീമാണ് വാങ്ങിയത്. അപ്പോൾ ഏകദേശം സന്ധ്യയായി. ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു. വണ്ടിയൊക്കെ ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ഇരുട്ടി തുടങ്ങിയായിരുന്നു. ഏകദേശം ഒരു 7:30 മണിയോളം ആയി. പതുക്കെ കഴിഞ്ഞ് വിട്ടു. നല്ല ട്രാഫിക്കായിരുന്നു. വളരെ പതുക്കെ വരാൻ പറ്റുള്ളൂ. ഏകദേശം ഞങ്ങൾ വീടെത്തിയപ്പോൾ ഒരു 8:45 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.